ഒരു വീട്ടിലേക്ക് ഒരേ സമയം ഇരട്ട പുരസ്കാരങ്ങൾ. അച്ഛനും മകളും പുരസ്കാര ജേതാക്കളാകുന്നു. പണ്ഡിറ്റ് രമേശ് നാരായണനും മകൾ മധുശ്രീയും. ഇരുവരുമായിട്ടുള്ള സംഭാഷണം JB ജംഗ്ഷനിൽ തുടരുകയാണ്. ഒരു വീട്ടിലേക്ക് 2 അവാർഡുകൾ ഒരുമിച്ച് കയറിയപ്പോഴായിരിക്കും അല്ലേ അച്ഛനും മകൾക്കും? ആർക്കാണ് ഗർവ് കൂടുതൽ, അച്ഛനാണോ മകൾക്കാണോ ഉള്ളത്? പുതുതലമുറ ആൾക്കാർ വിജയം കൊയ്യുന്നത് എത്ര അനായാസനെയാണ് തോന്നുന്നത്. രമേഷ് കുമാറായിരുന്നു രമേശ് നാരായണൻ താങ്കൾ. കുമാരൻ പിന്നീട് എപ്പോഴാണ് വാല് മുറിഞ്ഞു പോയത്? എപ്പോഴാണ് വാല് മുറിഞ്ഞതല്ല, വാല് ഏഡ് ചെയ്ത്. മധുമതി എന്നാ ഇവൾക്കൊരു അവാർഡ് മേടിച്ചു കൊടുക്കണേ? അയ്യോ, മേടിച്ചു കൊടുക്ക. പശ്യതി ദേശേ ദേശേ രഹസി ഭവന്തം ത്വദധര മധുര മധുനി പിബന്തം. താങ്കൾക്ക് ഈ പൂണെയിലേക്കുള്ള ഒരു പോക്കാണ് ഒരു പക്ഷേ രമേശ് നാരായണൻ സൃഷ്ടിച്ചത്. അല്ലായിരുന്നു നിങ്ങൾ അവിടെ അടിഞ്ഞേരിയും. അവിടെ ഏതൊരു കലാകാരന്റെ മനസ്സിൽ ഫയർ വേണം, ഉള്ളിൽ തീ വേണം. ആ തീ കെടുമ്പോഴാണ് കലാകാരൻ അല്ലാതാവുന്നത്. എനിക്ക് ഇത് ഈ പറയുന്നൊരു ഭ്രാന്തുണ്ടായിരുന്നു. എന്തൊക്കെ ഭ്രാന്തുണ്ട്? ഈ PT എന്ന കള്ളനാണ്. എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല. എന്തായാലും PT കള്ളാത്ത ഒരാളെ കൊണ്ട് പറയത്തില്ലായിരുന്നു. സംഗീതത്തിന്റെ കാര്യം ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. പഞ്ചാര ബുക്കിലെ പഞ്ചാരക്കുട്ട. സംഗീതം മാത്രമല്ല മൂപ്പര പ്രൊഫഷൻ, ഭാര്യയെ പേടിപ്പിക്കും. പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴേ അച്ഛൻ ഇങ്ങനെയായിരുന്നു പണ്ട്. ഒരു താടിയൊക്കെ നീട്ടിയിരുന്നല്ലേ? വലിയ താടിയൊക്കെ ആയിരുന്നു. ഭാര്യയാണോ പിന്നെ താടി മുറിച്ചു കളഞ്ഞത്? അവളാണോ? വേറെ സ്ത്രീകളുടെ പേരൊന്നും പറയരുത്. ആരെ കൂടുതൽ കർക്കശക്കാരി, അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും കർക്കശക്കാരൻ. ആശയത്തിൽ കൂടുതലുണ്ട്. ആ പ്രൊഫഷനെ കുറിച്ചൊന്നും മോളെ ചിന്തിക്കുന്നില്ലേ? എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെ പല ഇല്ല. കുടുംബത്തിൽ എല്ലാവരും ചോദിക്കും എന്തിനാണ് പഠിക്കുന്നത്, ഹിന്ദുസ്ഥാനി പഠിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോണത്, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകണം, വല്ല ജോലി എടുക്കാൻ പറയുന്നുണ്ട്, വല്ല ബാങ്കിലോ അവിടെ എവിടെയോ എന്തെങ്കിലും ടെസ്റ്റൊക്കെ എഴുതി ജോലി കിട്ടും. ഞാൻ പോയില്ല. വൈവിധ്യമാർന്ന തലങ്ങൾ മനസ്സിലാക്കട്ടെ. Young girl, don't cry. I'll be right here when your world starts to fall. എനിക്ക് തോന്നുന്നു മറ്റൊരു പാട്ട് രമേശ് നാരായണന്റെ, അതും PT പടം തന്നെയാണ്, നമ്മുടെ വീരപുത്രനിലെ. ഇങ്ങനെ ഈ പാട്ടുകൾ ചെയ്യുമ്പോൾ രമേശ് നാരായണൻ ഒരുപാട് പാട്ടുകൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഇവിടെ ഇങ്ങനെ വണ്ട് പുറളുന്നുണ്ടാവും. അതായത് മുൻകാലങ്ങളിൽ വന്നുപോയ പാട്ടുകൾ, കേട്ടുപഴകിച്ച പാട്ടുകൾ. പക്ഷേ ഈ ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഒറിജിനൽ സോങ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു സാഹസം. ഒരുപക്ഷെ പല ശബ്ദവീചികളും നിങ്ങളുടെ ഉള്ളിലൂടെ കയറി പോകുന്നുണ്ടാവും. ഒരു സാഹസമല്ലേ അതിനകത്ത്? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ഉടനെ തന്നെ വരിക. ഒരു ലിറിക്ക് കിട്ടി, ലിറിക്സ് നന്നായിട്ട് വായിക്കും, അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളും. അതിനുശേഷമാണ് താങ്കൾ പാട്ടിലേക്ക്. തീർച്ചയായിട്ടും. മറിച്ച് പല സംഗീത സംവിധായകന്മാരും ഈ പറഞ്ഞ പോലെ ഒരു ട്യൂണങ്ങ് ഉണ്ടാക്കി വെക്കുന്നു. പ്രൊഫഷനുള്ളിലെ കാര്യങ്ങൾ ഞാൻ അതെനിക്കറിയില്ല. മറ്റുള്ളവർ ഭയങ്കര വളരാണ്. അങ്ങനെയാണെ PT ഒന്നും വലിയ കളറല്ല. കറക്റ്റ് അല്ലേ? അല്ല, മറ്റുള്ളവരിപ്പോ നമ്മളെ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴൊരു പാട്ട് ഒരു ലിറിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ പുതിയൊരു സിനിമയില് മേലേ ഒരമ്പിളിക്കീര, മേലെ ഒരു അമ്പിളിക്കീറ്, അതിൽ നീളേ തെരുതേരച്ചേറ്, താഴെയൊരായിരം പേര്, കാണുന്നവർക്കത് ചേല
മേളയോരമ്പിളിക്കീറ് അതിൽ നീളെ തെരുതരച്ചേര് താഴെ ഒരായിരം പേര് കാണുന്നവർക്ക് അത് ചേല്. ഈ അമ്പിളിക്കീറിലുള്ള ചെളി കണ്ടിട്ട് ബ്യൂട്ടിഫുൾ, നല്ലൊരു രചനയാണത്. ഈ പുതിയ ഒരു വരാൻ പോണ സിനിമയിൽ ഉള്ള ഒരു പാട്ടാണ് പാതി എന്ന സിനിമയിൽ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു. മധുശ്രീ വളരെ ചെറിയ പ്രായത്തിൽ ഒരു ഫിലിം കരിയറിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ വയസ്സിൽ വളരെ സീരിയസ് ആയിട്ടൊരു ഗായികയായിട്ട് ആരും ഉരുത്തിരിച്ചിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ പറഞ്ഞ ശ്രേയ ഘോഷലിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും അപൂർവമായിട്ടാണ് അങ്ങനെ വരുന്നത്. വീട്ടിലൊരു സംഗീതജ്ഞനുണ്ട് മാത്രമല്ല, പക്ഷെ മധുശ്രീക്ക് അതിനുള്ളൊരു കാലിബർ അല്ലെങ്കിൽ കപ്പാസിറ്റി, അതിനുള്ള കഴിവ് ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വന്നത്. ഒറ്റ മന്ദാരത്തിലൊരു പാട്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ സവിശേഷമായി നിൽക്കുന്ന ഒരു പാട്ടാണ്. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. മത്സ്യക്ക് ഒരു പാട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത്? മത്സ്യക്ക് ഒരു പാട്ടുണ്ട്, പ്രിയമുള്ളവളെ അല്ലേ? പ്രിയമുള്ളവനെ, പ്രിയമുള്ളവനെ പ്രിയമുള്ളവനെ വിരഹവുമെന്തൊരു മധുരം, മുറിവുകളെന്തൊരു സുഖദം. പ്രിയമുള്ളവനെ പ്രിയമുള്ളവനെ വിരഹവുമെന്തൊരു മധുരം, മുറിവുകളെന്തൊരു സുഖദം. പ്രിയമുള്ളവനെ. ഒരാൾ വരട്ടെ. നമസ്കാരം രമേശ് ജി. മോക്കും നമസ്കാരം. മോക്കൊരു കൺഗ്രാജുലേഷൻസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ. ഒപ്പം അച്ഛനും കൺഗ്രാജുലേഷൻസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ. എനിക്ക് രമേശ് ജിയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ സൗണ്ട് എഞ്ചിനീയറായ ടെന്നീസിന് കുന്നുകുഴിയിൽ ഒരു ഓലപ്പരയുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അവിടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ജോൺസൺ തൊട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അവിടെ റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റെക്കോർഡിങ് നടക്കുമ്പം ഒരു സിത്താറുമായിട്ട് വന്ന ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് പതിയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പേര്? എൻ്റെ പേര് രമേശ് നാരായണൻ എന്നാണ്, ഞാൻ നന്നായിട്ട് സിത്താറ് വായിക്കും, പാടും എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങളുടെ ഒരു പാട്ടിന് ആദ്യമായിട്ട് സിത്താറ് വായിച്ചു. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ നിന്നുള്ള വളർച്ച, അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് രമേശ് ജിയുടെ ഏറ്റവും വലിയ കഠിനാധ്വാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന് യഥാർത്ഥമായിട്ടുള്ള ഒരു അവാർഡ് താങ്കൾക്ക് ലഭിച്ചതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. ദാറ്റ്സ് എ ജെനുവിൻ അവാർഡ്. നിങ്ങൾ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയതാണ്, വാങ്ങിയതല്ല. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ എൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഡയറക്ടർ വിമലും പൃഥ്വിരാജും ഒക്കെ ആയിട്ട് എന്തോ ചകട വഴക്കുണ്ടെന്ന് കേട്ടു, എന്തോ പ്രശ്നങ്ങളായെന്ന് കേട്ടു. അപ്പോൾ രമേശ് ജി ഒരിക്കലും ഒരു വഴക്കിന് പോകുന്നൊരു വ്യക്തിയല്ല. എന്താണ് ആ പ്രശ്നം? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ട്. കൈരളിയുടെ പ്ലീസ്. ഞാൻ ഒരു കാരണവശാലും ഈ ചോദ്യം എടുത്തിട്ടിരുന്ന് ഞാൻ വിചാരിച്ച മത്സ്യ ആത്മാർത്ഥമായിട്ട്. പക്ഷെ നോക്ക് ഓരോ പകയന്മാര് വരുന്ന കണ്ടു. എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ ചോദിച്ചോ? അതെ, ചോദിപ്പിച്ചോ എന്നുള്ളതാണ്. അങ്ങോട്ട് പോയിട്ടില്ല. അതാ ശരി, വരട്ടെ ഒന്നും കൂടി വരട്ടെ. പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശ് നാരായണന്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ്, അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല വിമൽ രാജ്. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ പാട്ടുകളൊക്കെ മാറ്റണം. ഞാൻ എന്താ അറിയാം, രണ്ടാമത് പ്ലേ ചെയ്ത് കൊടുത്ത് നമ്മുടെ, അതായത് ഒന്ന് ഓർമ്മകൾ ഉണ്ടായിരിക്കട്ടെ.
ഇനി സത്യമല്ല. പ്രതിപക്ഷ ബഹുമാനം വേണ്ട നമുക്ക്. നമ്മളിപ്പോ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളെല്ലാം കൂടി ഒത്തുകളിക്കുകയാണെന്നുള്ളത്. വേറെ ആൾക്കാർക്ക് സ്പേസ് കൊടുത്തില്ല, അതൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. വരട്ടെ ഒന്നോടെ. ഒരു അവാർഡ് സംഘടിപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്നിട്ട് നമ്മളതൊരു അവാർഡ് സംഘടിപ്പിച്ചതായാലും അല്ലെങ്കിൽ അത് കിട്ടിയതായാലും അതിൽ ചവിട്ടി നിന്നിട്ട് പിന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുക, പിന്നെ അതിനെ ആ മതിഭ്രമത്തെ ഞാൻ പാടെ തള്ളിക്കളയുന്നു. ശ്രീകുട്ടൻ തുടങ്ങി വെച്ചതാണ്. ശരിയാണ് കാര്യം. ഈ പടം എൻ്റെ പടമാണ്, ഞാൻ ഉണ്ടാക്കിയ പടം. വിമൽ രാജിനെ ഞാൻ കൊണ്ടുവന്നു ഇതിൻ്റെ അകത്ത്. വിമൽ രാജ് ഇറങ്ങി ഗേറ്റിന് അകത്ത് കയറത്തില്ല. ഈ വാമോനെ ഈ പടം ചെയ്യുന്ന പറഞ്ഞിട്ട് അവനെ വിളിച്ച് പടം ചെയ്യിച്ചതാണ് ഞാൻ. അവന് പ്രൊഡ്യൂസറെ, എൻ്റെ ഫ്രണ്ട് ഇങ്ങനൊരു കക്ഷിയുണ്ട് ഇവിടെ, 5-8 വർഷമായിട്ട് സിനിമയില്ലാതെ നടക്കുന്നു, ഒരു സിനിമ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പയ്യനാണ് വിമൽ രാജേന്ദ്രൻ, നല്ലൊരു സുമുഖനായ നല്ലൊരു ചെറുപ്പക്കാരൻ, ഉള്ളിൽ ആഗ്രഹങ്ങൾ പേറി നടക്കുന്ന ചെറുപ്പക്കാരൻ. നമ്മൾ 10-25 വർഷമായല്ലോ സിനിമാ ഫീൽഡിലുള്ളത്, അതെ, പലവരെയും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വർഷമായിട്ട് പരിചയമുണ്ട്. പക്ഷേ പിന്നീട് അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, ശ്രീ രമേശ് സാറാണ്, ഞാനിപ്പോൾ ഒരു വിവാദമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ മഴ പെയ്ത് തീരുന്ന സമയമാണ്. എങ്കിൽ പോലും ഈ ഷോയുടെ ഒരു സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി ഇപ്പം നാളെ നിങ്ങൾ ഇതൊരു CD ആയിട്ട് രമേശ് സാറാണ് പേരക്കിടാങ്ങൾക്ക് കൊടുക്കുമ്പോൾ പോലും അവർ മുഴുവൻ പേരക്കിടാങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ മുഴുവൻ താങ്കളുടെ ലൈഫ് സ്കെച്ചിലൂടെ പോവുകയാണ്. പക്ഷേ ശരിയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചിലൊന്നും വിടാൻ പാടില്ലാത്തതുകൊണ്ട് താങ്കൾ 3 പാട്ടുകൾ അതിനകത്ത് സംവിധാനം ചെയ്തു. അങ്ങനെ ആയിരുന്നില്ല. ഇത് ആ മുഴുവൻ സോങ് ഞാനും റഫീഖ് അഹമ്മദ് ഇരുന്നിട്ട് ആദ്യത്തെ ഒരു വീട്ടിലിരുന്നിട്ട് ഈ വിമൽ രാജു ഒക്കെ ചേർന്നിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ പാട്ട് ഇപ്പം മോള് പാടിയ പാട്ടാണ്, നമ്മള് പ്രിയമുള്ളവനെ. ആ സമയത്ത് മോളൊരു പാടണം, മോള് തന്നെ ഇത് പാടണം, അസല് പാട്ടാണ്. ഇത് ഭാര്യയെ കേൾപ്പിച്ചു. എന്നിട്ട് ഭാര്യ വീട്ടിലിരുന്ന് കരയാണ്, അത് പാട്ടിൻ്റെ ഭംഗി കൊണ്ട് എന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിച്ച് പറയുന്നു, രമേഷ് ജി അപാരമായിട്ടുള്ള ട്യൂണാണ് ഇത് നമ്മുടെ സിനിമയ്ക്ക്. ആ പാട്ട് ഓക്കെ. അത് കഴിഞ്ഞ് ഈ മഴത്തെന്നൊരു പാട്ടുണ്ടാക്കുന്നു, അത് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ്, അതേ സമയത്ത് ആ സമയത്ത് തന്നെ ഉണ്ടാക്കുകയാണ്. 6 പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടുന്ന പാട്ടുകൾ ഉണ്ടാക്കി മുഴുവനുമായിട്ട് തീർന്നു. ഈ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. പിന്നീട് പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. പൃഥ്വിരാജ് വന്ന് പാട്ട് കേട്ടുപോയി. അപ്പോൾ പാട്ട് കേട്ട ഉടനെ ഇദ്ദേഹം പറഞ്ഞത് പൃഥ്വിരാജിന് ഞാൻ സീറ്റ് കൊടുത്തില്ലെന്ന് ഇരിക്കാൻ സ്റ്റുഡിയോവിൽ ഞാൻ അദ്ദേഹത്തെ വന്നിച്ചില്ലെന്നാണ് പറയുന്നത്. പൃഥ്വിരാജിനെ ആര് പറയുന്നു? സത്യമാണെന്ന് എനിക്ക് പൃഥ്വിരാജിൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല സാർ. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ഈ കാര്യം. പൃഥ്വിരാജിനെ താങ്കൾ ബഹുമാനിച്ചില്ല എന്നുള്ളതാണോ ഈ ഒരു പ്രകോപനത്തിന് എന്ന് ഡയറക്ടറാണ് പറയുന്നത്. അദ്ദേഹത്തിനെ ബഹുമാനിച്ചോ ഇല്ലോ എന്നുള്ള അദ്ദേഹമാണല്ലേ പറയേണ്ടത്. എൻ്റെ അടുത്ത് എന്നെ ബഹുമാനിച്ചില്ല, എനിക്ക് ചെയർ തന്നില്ല സ്റ്റുഡിയോയിൽ വന്നപ്പോൾ. സാധാരണ എല്ലാവരും ആ സ്റ്റുഡിയോയിൽ യേശുദാസ് മുതൽ ബാലമുരളി കൃഷ്ണ മുതൽ പിന്നെ ഹരിഹരൻജി മുതൽ എല്ലാ സിംഗേഴ്സും ആ സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നതാണ്. ഞാൻ എന്നും ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ ആണത്. അപ്പോൾ അവരൊക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പൃഥ്വിരാജിന് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇരുന്നത് അവിടെ തന്നെയാണ്, പാട്ട് കേട്ടിട്ട് പോയത് അവിടെ തന്നെയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് വിമൽ രാജ് ആണ് പറയുന്നത് ഇങ്ങനെ, പിന്നെ അത് കൊടുത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് രമേഷ് ജി, അതൊക്കെ കൂടെ അങ്ങേര് ദേഷ്യപ്പെട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ചിലപ്പോൾ സിനിമ അഭിനയിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സിനിമ നഷ്ടപ്പെടില്ലേ, പിന്നെ അതുകൊണ്ട് അദ്ദേഹം രമേഷ് ജിയുടെ പാട്ടൊന്നുകൂടെ എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ മാറ്റി ചെയ്ത് കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അതെൻ്റെ ഒരു, ഞാൻ ഇതുവരെ ആർക്കും ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അതിന് വേണ്ടി, നമ്മുടെ പടമല്ലേ, എനിക്ക് ആ പടത്തിൽ പാട്ട് ചെയ്യണം, അത് നമ്മളെല്ലാം കൂടി കൂട്ടായ്മയുള്ള എൻ്റെ പടം തന്നെയാണ്, ഞാൻ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ളത്, എക്സിക്യൂട്ടീവ് എല്ലാം പ്രൊഡ്യൂസർ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ മാറ്റി കൊടുക്കാം. എന്നിട്ട് അദ്ദേഹത്തിനെ മാറ്റി, അദ്ദേഹത്തിന് വേറെ ട്യൂൺ ചെയ്തു, ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ അയച്ചു കൊടുത്തു, ഫോണിൽ അദ്ദേഹത്തിന് മെസ്സേജ് എല്ലാം കൊടുത്തു ഞാൻ. പക്ഷേ മെസ്സേജ് കൊടുത്തിട്ട് പോലും അദ്ദേഹം തിരിച്ച് വിളിച്ചില്ല, തിരിച്ചു വിളിച്ചില്ല. അത് പോട്ടെ, അതൊക്കെ അതിന് കഴിഞ്ഞ കഥകളാണ്, അത് ഞാനിപ്പോൾ പൊത്തിക്കുടുത്തി പോക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ നടന്നത്. അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല, ഇൻവോൾവ്ഡ് ആണോ അറിയില്ല. അതെനിക്ക് അറിയില്ലല്ലോ. ഇത് പ്രൊഡ്യൂസർ പോലും ആക്ച്വലി ഇതിന് തുടക്കം കൊണ്ടുവന്ന അനൂപ് മേനോനും പിന്നെ മീര ജാസ്മിനും അഭിനയിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് ഇവൻ എൻ്റെ അടുത്ത്.
എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസറായിട്ട് നിൽക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറായിട്ട് നിൽക്കത്തില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. എൻ്റെ അടുത്ത് വരുന്നത് അനൂപ് മേനോൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അനൂപാണ് സംസാരിക്കുന്നത്. അനൂപിൻ്റെ അടുത്ത് ഞാൻ വീട്ടിലിരുന്ന് സംസാരിച്ചു അനൂപിൻ്റെ അടുത്ത്. അനൂപ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് അനൂപാണ് ചെയ്യുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞാണ് ചെറിയ പൈസയുടെ ചെറിയ ലോ ബഡ്ജറ്റിൽ 1.5 കോടി 2 കോടി രൂപയ്ക്ക് ചെയ്യാനുള്ള പടമാണിത്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. മീര ജാസ്മിനി ഇവരൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് വരുന്നത്. ഈ പേരൊക്കെ വിമൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. അതിനുശേഷമാണ് ഞങ്ങളാണ് പറയുന്നത് സുരേഷ് രാജാണ് കാണാൻ പോകുന്നത്. സുരേഷ് രാജനെ ഞാനാണ് പൃഥ്വിരാജിനെ കാണാൻ പോകുന്നത്. ഞാനും വിമൽ പറഞ്ഞു സാർ വരണം എന്ന് പറഞ്ഞു. ശരി, റഹീം എൻ്റെ ഡ്രൈവറുണ്ട്, ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഡ്രൈവറുണ്ട്. ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, സാർ ആ അദ്ദേഹം കണ്ടല്ലോ TV അന്ന് പോയ ഡയറക്ടറല്ലേ അത്, ഇങ്ങനെയൊക്കെ സാറിനെ പറ്റി തിരിച്ചു പറയുന്നത്, നമ്മൾ ഒരുമിച്ച് പോയതല്ലേ സാർ. ഞാൻ പറഞ്ഞു അതേ മോനെ, സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് മനസ്സിലായല്ലോ, സിനിമ ഇത് ഇങ്ങനെയാണ് സംഭവം. ഞാൻ എന്ത് പറയണേ, ഇങ്ങനെയൊക്കെ ഡയറക്ടേഴ്സൊക്കെ സിനിമയിൽ കയറി വന്നാൽ ഈ ഫീൽഡ് മൊത്തം നശിച്ചു പോകത്തില്ലേ. എനിക്കൊരു പടം ചെയ്യണം, ഞാൻ പടത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നൊരു മനുഷ്യനല്ല. എനിക്ക് സിനിമ കണ്ടതുകൊണ്ട് ചേച്ചിയുടെ കഥ കണ്ടിട്ട്, ചേച്ചി വീട്ടിൽ വന്നിട്ടാണ് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. എൻ്റെ വീട്ടിൽ വിമൽ രാജു ഇവനൊക്കെ എൻ്റെ ഒരു പടമായിട്ട് വരുമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവത്തിൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിന്ന് മനസ്സിലായിട്ടില്ല. താങ്കളുടെ കരിയറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഒരിക്കലില്ല. ഞാൻ അങ്ങനെ താങ്കളുടെ ഈ പാട്ട് തന്നെ ശാരദാംബരം എന്നുള്ള പാട്ട് ഒരു പക്ഷേ അതിനെ ട്യൂണൊക്കെ മാറ്റേണ്ട വന്നു, അല്ലെങ്കിൽ അതിന്റെ ഗായകനെ തന്നെ മാറ്റേണ്ട വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ താങ്കൾ റെസിസ്റ്റ് ചെയ്തു? അല്ല, വിമല് ഇപ്പോൾ പറയുന്നത് കേട്ടു ഞാൻ ഏതൊരു വീഡിയോയില്. ഈ പാട്ട് അവനാണ് ട്യൂൺ ചെയ്തതെന്ന്, സംഗീതം. എനിക്ക് തമാശ തോന്നുന്നു, ഇത് അവരാണ് ഇത് സംഗീത സംവിധാനം ചെയ്ത് ഞാനാണെന്ന്. കാര്യം എല്ലാവരും ഇരിക്കുന്നുണ്ട് സ്റ്റുഡിയോയില്, ഞാനിരിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇരിക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശാരദാംബരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ ലിറിക്കൽ മൂഡിനനുസരിച്ച് ഞാനൊരു ട്യൂൺ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഏത് സിറ്റുവേഷനാണെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു പാട്ടുണ്ടാവണമെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വിശദീകരിച്ച് കമ്പോസർക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ PT സാർ വന്നില്ലേ, PT സാർ വന്ന് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലോ, അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു പാട്ടുണ്ടാക്കി. അപ്പോൾ രമേശ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാടകത്തിനുള്ളൊരു പാട്ടാണ് വേണ്ടത്, അതിങ്ങനെ ഒരു സ്പീഡ് ടെമ്പോ ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഒരു സ്പീഡ് ടെമ്പാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, സ്പീഡാണ് വേണ്ടത്, ഓക്കെ. അപ്പം തന്നെ ഞാൻ ഒരു ചാരദാംബരം എന്നൊരു സാധനം പാടി. ഇങ്ങനെയാണ് പാട്ടുണ്ടാവുന്നത് സിനിമയിൽ. ഇത് വിമൽ ആദ്യമായിട്ടാണ് ഈ പാട്ടുണ്ടാവുന്നതൊക്കെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ഈ പാട്ടുണ്ടാക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഒരു പക്ഷേ ആ കാണുന്നതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ള തിരിച്ചറിയായ്മയുടെ ഫലമാണ് പുള്ളി അത് ഞാൻ ചെയ്ത ട്യൂണാണെന്ന്. എന്തായാലും താങ്കൾ പൃഥ്വിരാജുമായിട്ട് താങ്കൾ എന്തായാലും എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരും. ഇത് ഏതെങ്കിലും മുഹൂർത്തത്തിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്? അത് തീർച്ചയായിട്ടും കാണുമ്പോൾ ചോദിക്കുന്നതാണ്. വേണമെങ്കിൽ ചോദിക്കാന്നേ ഉള്ളൂ. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും. സത്യം പറഞ്ഞെങ്കിലല്ലേ ഉള്ളൂ. സത്യം പറയാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും സത്യം പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തുറന്ന് പറയാം. എന്തുകൊണ്ട് എൻ്റെ പാട്ട് എടുത്തില്ല എന്ന് പറയാനുള്ള അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ബാധ്യസ്ഥനാണല്ലോ. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ രീതിയിൽ ഇത് ഞാനും വിമലും തമ്മിൽ മാത്രമുള്ളൊരു സംഭവമാണെന്ന് പറയാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു രമേശ് നാരായണൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമായില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയാം. അവിടെ നിർത്തുവാണ്. അവിടെ നിർത്തുവാണ്. എന്താ കാരണം ചിലത് പറയിപ്പിക്കുക, പറയണം തോന്നുക, ഇതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാം. മനസ്സിലായി. സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ പത്രക്കാരങ്ങോട്ട് നന്നായിട്ട് കുഴിക്കും. ഞാൻ കുഴിക്കുന്നില്ല. എന്താ കാരണം നമുക്കതല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒരുപക്ഷെ ശ്രീ രമേശ് നാരായണൻ എന്നുള്ള സംഗീതത്തിന് എനിക്ക് കുറച്ചും കൂടി അനാവരണം ചെയ്യും. നമസ്കാരം രമേശ് ജി. നമ്മൾ തമ്മിൽ ദീർഘകാല പരിചയമുണ്ടെങ്കിലും ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിലും ഓർക്കുന്നു. ഉടൻ തന്നെ നമ്മൾ തമ്മിൽ ഒരു സിനിമ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എനിക്ക് രമേശ് ജിയെക്കുറിച്ചുള്ള എപ്പോഴുള്ള ഒരു അത്ഭുതം, ഹിന്ദുസ്ഥാനി അഭ്യസിച്ച് വന്ന ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഒരു ട്രഡീഷണൽ സ്കൂളിംഗ് കഴിഞ്ഞ് വന്ന ഒരാൾ, എനിക്ക് തോന്നുന്ന ഒരു നല്ല കമ്പോസറാണ് താങ്കൾ എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. എസ്പെഷ്യലി ഇളയരാജ സാറുമായിട്ട് ഞാൻ മൈഡിയ കുട്ടിച്ചാതിന് വർക്ക് ചെയ്തതിന് ശേഷം വിഷ്വല് പോലും കാണാതെ ഒരു ഡയറക്ടർ പറയുന്ന വിഷ്വല് മനസ്സിൽ കണ്ടുകൊണ്ട് മനോഹരമായ ആ ഫ്രെയിമുകളെ വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ള താങ്കൾ ശരിക്കും ഒരു ഫിലിം മ്യൂസിക്കിന്
വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു കമ്പോസറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് രമേശ് ജി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ മ്യൂസിക് വിഷ്വലി കൺസീവ് ചെയ്യാനും അതനുസരിച്ച് സംഗീതം നൽകുവാനും താങ്കൾ ബോധപൂർവം ശ്രമിക്കുന്നതാണോ അതോ മനസ്സിൽ നിന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ? ഒരു വിഷ്വലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല, അത് ഭയങ്കര ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല അടുത്തൊരു സിനിമയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്നു. അതെ, യു ആർ നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. അവസരങ്ങൾ വരും, വരാതിരിക്കും. പിന്നെ അല്ലേ, ഒരിക്കലും വരേണ്ടത് വരുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊരു കൂളാണ് ഈ ഫാദർ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ്. ഇതുപോലെ കൂളാകണം കേട്ടോ മോളെ. അല്ലല്ല, കൂള് തന്നെ അതല്ല. നേരത്തെ ഇങ്ങനെ ഓരോ ആൾക്കാരെ വിഷമിപ്പിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. അത് പാടില്ല. ഉള്ളത് കൃത്യമായിട്ട് അത് പോട്ടെ, അത് വിട്ടേക്കാം. അത് നേരത്തെ ഞാൻ വിട്ടാലും രമേശ് വിടുന്നില്ല. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിൽ സംഭവിച്ചത് അത് എന്ന് നിന്റെ മൊയ്തീന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ലൈഫിൽ സംഭവിക്കരുത്. ഒരു സംഗീതത്തിന്റെ ഒരു ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യും. പിന്നെ ഒരിക്കലും അത് ചെറിയ കാര്യമല്ലല്ലോ. ചെറിയ കാര്യം. പിന്നെ വലിയ ഒരു സംഭവം. താങ്കളുടെയൊക്കെ ജീവിതം അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. പിന്നെ അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യം, വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. ഒരാളും പറയാൻ പാടില്ല നിന്റെ പാട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് വരും വിഷമിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഇത് പറയാം, മാറ്റി ചെയ്യും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് മാറ്റി റീഡു ചെയ്യൂ എന്ന് പറയാം. അദ്ദേഹത്തിന് മാറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാതെ വേറെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയാണോ? നിങ്ങളെ ഈ സീറ്റിലിരുത്തി ഇവിടെ നിങ്ങൾ പരിപാടി ശരിയല്ല, മറ്റേ ആൾ വിളിക്കുന്നു, നിങ്ങൾ ഇരുത്തി കഴിഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യും? വാട്ട് യു ഫീൽ? ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതൊരിക്കലും സാമാന്യം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, മ്യൂച്വൽ റെസ്പെക്ട്. സംഗീതജ്ഞന്മാരും മ്യൂസീഷ്യൻസ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ്. എല്ലാവരും സെൻസിറ്റീവ് പറ്റാണ്. ഒരടി കിട്ടി നിങ്ങൾ തിരിച്ചടിക്കില്ലേ? ഉണ്ടായിരിക്കും നിങ്ങളവിടെ. ഞാൻ തിരിച്ചടിക്കില്ല. ഞാൻ നോക്കും മനസ്സിൽ നമ്മുടെ ആരോഗ്യത്തിന് തടിക്ക് കേടാകുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അല്ലല്ല, എല്ലാവരും സെൻസിറ്റീവ് ആണ്. മടയിൽ പോയി എല്ലാവരും അത് അങ്ങനെയല്ല. രാജീവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരവുണ്ട്. അതായത് വിഷ്വലൈസേഷൻ, അതിന്റെ കമ്പോസിങ്, അതിന്റെ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു സിനിമ വിരിയുന്നുണ്ട്. അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കിട്ടുന്ന പിക്ചറാണ് ഒരു കാര്യം. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒബ്സർവേഷൻ, ആ ഒബ്സർവേഷനാണ് പ്രധാനമായിട്ട്. അത് എല്ലാവർക്കും അത് കിട്ടുന്നതല്ല, അത് ജെന്യൂനായിട്ട് വരുന്നതാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒബ്സർവ് ചെയ്തതും ഒരു വേറെ മ്യൂസിക് ഡയറക്ടർ ഒബ്സർവ് ചെയ്യുന്നതും മൂന്നാമതുള്ള ആളും തമ്മിലുള്ള വ്യത്യസ്തതകളുണ്ട് ഓരോരാളിലും. എല്ലാം വേറെയാണ്. അത് ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികളാണത്. ഓരോ ഇൻസിഡൻ്റ് ഉണ്ട് ലൈഫിൽ, അതിലെ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്, അതിലാണ് വരുന്നത്. പിന്നെ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സംഭവം, പിന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്, ഓരോ നിമിഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും ഒരുപക്ഷെ നമ്മളെ പലതും പഠിപ്പിക്കുന്നു. ഒരാൾ വരുന്നു. പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഞങ്ങളൊക്കെ കണ്ണൂർക്കാരാണ്, രമേശ് ജി ഞങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഈ മ്യൂസിക് സന്ധ്യകളിലൊക്കെ കൂടുമ്പോൾ കണ്ണൂർ ഭാഷ പറയാനും. ഇപ്പം എൻ്റെ ഓർമ്മയിൽ മധുശ്രീ ആ കുഞ്ഞു കുട്ടി എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ രമേശ് വീട്ടിൽ ഈ സോങ് പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ പറയാ നമ്മുടെ ടിപ്പിക്കൽ കണ്ണൂർ ഭാഷയിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അത് കൊച്ചുകുട്ടി. അപ്പം ഇത്രയും ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് മധുശ്രീ. ആൻഡ് സീരിയസ്ലി ഈ ഒരു അവസരത്തിൽ എനിക്ക് ഐ റിയലി ഫീൽ പ്രൗഡ്. കാരണം മ്യൂസിക്കലി ഒരുപാട് നോളജ് ഉള്ള ഒരു കുട്ടിയാണ്. ആൻഡ് നല്ലൊരു ഭാവി ആ കുട്ടിക്ക് കാത്തിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആസ് മ്യൂസിഷ്യൻസ്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എന്താണ് ഇനിയിപ്പം നെക്സ്റ്റ് പ്രോജക്ട്സും അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മധുശ്രീയുടെ ഒരു ട്രെയിനിങ് എന്നുള്ളത് വീഡ് ലൈക്ക് ടു നോ. കണ്ണൂരുകാരിയാണ്. അതെ, നീ കണ്ണൂർ ഭാഷ പറയാൻ പറ്റിയെന്ന് പറഞ്ഞോളൂ. അത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ വരുന്നില്ല, അതാണ് നമ്മൾ വർത്താനം പറയുമ്പോ. നീ പോയിനി എന്നൊക്കെ ചോദിക്കില്ലേ? നിങ്ങൾ പോയിനാ ഏണേ പോയിട്ട് വരുന്നതാ. അപ്പൊ എന്താണ് മധുശ്രീ അടുത്ത പ്രോജക്ട്? അടുത്ത പ്രോജക്റ്റ് അച്ഛന്റെ മൂവി ഉണ്ട്, നമ്മുടെ പാത്തി എന്ന് പറഞ്ഞൊരു മൂവി. അപ്പൊ അതിലൊരു സോങ് പാടിയിട്ടുണ്ട്. പാടി കഴിഞ്ഞോ? അതിലൊരു ഉറുദു സോങ് പാടിയിട്ടുണ്ട്. ഒരു 2 വരി പാടി കൊടുക്ക്, പുറത്തു വിടാൻ സമയമായെങ്കിൽ. तेरी दुनिया माशा अल्लाह, तेरी रहमत सुबहान अल्लाह, तेरी दुनिया माशा अल्लाह,
चमन की जिंदगी आफताबे नूर से, शब ये गुल खिलता यहाँ माहताबे नूर से, तेरे नाम को ही लेकर उड़ रहे हैं पंछी सारे, उड़ रहे हैं पंछी सारे, तेरी दुनिया माशा अल्लाह, तेरी रहमत सुबहान अल्लाह. ഒരു ചോദ്യം കൂടിയുണ്ട്, അവസാനത്തെ ഒരു ചോദ്യം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഞാനും മധുശ്രീയും ഞങ്ങൾ എന്തായാലും അതേ വഴിയിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വിമൻസിൽ മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുന്നു. മധുശ്രീക്കായാലും ഇപ്പം സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്തു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് ഇപ്പം ഇവിടെ ചോദിക്കാൻ തോന്നുന്നത്, അച്ഛൻ എന്തായാലും ഞങ്ങൾ സംഗീതത്തിൻ്റെ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം അച്ഛൻ ഞങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കാം. എന്നാണ് മൂന്നാമതൊരു അവാർഡ് കൂടി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ചോദ്യകർത്താവിന് ഒരു അവാർഡ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഓ അത് ശരി. അയ്യോ, വർക്ക് ഹാർഡ്, ഡെഡിക്കേറ്റഡ് ആവുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, എല്ലാം നമുക്ക് തന്നെ വന്നു വരും. അവാർഡിൻ്റെ കാര്യം മാത്രമല്ല, ആ ഫെയിം സംഗീതം കൊണ്ടുവരിക, അതിന് ശേഷമാണ് അവാർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളെ പ്രാക്ടീസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ ശരി. ഡു പ്രാക്ടീസ് വെൽ. സംഗീതത്തിൽ കുറച്ചും കൂടി പോരാ. പോരാ മക്കളെ, വളരെ വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത്. അതുകൊണ്ട് ഡു പ്രാക്ടീസ് വെൽ. ഞാൻ എല്ലാവരുടെ പറയാം, യങ്സ്റ്റേഴ്സ് എല്ലാവരുടെ പറയണം. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ബാക്കിയുള്ളവർ ഞാൻ കാണുന്നത്. ഈ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളെ പാടി ഉറപ്പിക്കുക പാട്ടുകൾ. വേറെ ഒരു ആഗ്രഹവും നിങ്ങളിൽ നിന്നില്ല. നിങ്ങൾ സംഗീതത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, കുറച്ചും കൂടി പരിശീലിക്കുക, സംഗീതം പഠിക്കുക. ഇടവും മലവും നോക്കേണ്ടതില്ല, ബാക്കിയെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ഓട്ടോമാറ്റിക്കലി വരില്ല. അദ്ദേഹം ചവിട്ടി പോലുള്ള കല്ല് മുഴുവൻ നിങ്ങളുടെ വഴിത്താരയിലില്ല. ഏറ്റവും വിഷമുള്ള സബ്ജക്ട് സംഗീതമാണ്. ഒരുപാട് സമയം എനിക്ക് ഇനി നിങ്ങളോട് ഇരിക്കണമെന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ, പക്ഷെ ടെലിവിഷൻ ഷോയ്ക്ക് ഒരു സമയപരിമിതി ഉണ്ട്. നമ്മൾ നിശ്ചയിച്ച പരിധിയും പരിമിതിയും പോലും കടന്നുപോയി. പക്ഷെ നമ്മൾ 3 പേരും അറിഞ്ഞില്ല, ഒരു പക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം എനിക്കുണ്ട്. 2 പേരും മൈക്കെടുക്കുക, 2 വരികൾ ഒരുമിച്ച് പാടിക്കൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഈ JB ജംഗ്ഷൻ അവസാനിപ്പിക്കാം. പക്ഷെ ഇനി ഞാൻ നിങ്ങളെ വീണ്ടും സകുടുംബം ഒരു കച്ചേരിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിരുത്തുന്നതാണ്. सुघर प्रिय श्याम आज न आए, सुघर प्रिय श्याम न आए, सुघर प्रिय श्याम न आए, सुघर प्रिय श्याम सुघर पिया श्याम आजाऊन आए, आजाऊन आए, आजाऊन आए, आजाऊन आए,
जीना बस कर लीना कीना सुघर जीना बस कर लीना राख्यो चारो जाम जौन आये सुघर प्रिय श्याम जौन आये मग मग Maga maga sa, sa ga ma da da sa ga ma da da. ga ma da ni da ma ga ma da ni da